നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്ത് എത്തുകയാണ്. അതിനു മുൻപായി വിമാനത്താവളത്തിൽ ഇത്രയും നാളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നു പോകുന്ന തലനാടിഴയ്ക്ക് മാത്രം അപകടങ്ങൾ സംഭവിക്കാതെ പോകുന്ന സംഭവത്തിന് ഒരു പരിഹാരം ഈ കോർപ്പറേഷൻ BJP ഭരിക്കുന്ന ഈ കാലത്തെങ്കിലും ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന ദിവസത്തോടനുബന്ധിച്ച് മാത്രമല്ല പരിഹാരം വേണ്ടത്, മറിച്ച് വരും ദിവസങ്ങളിലെല്ലാം തന്നെ ആ പരിഹാരം പ്രാവർത്തികമാക്കണമെന്നതാണ് പ്രദേശവാസികളുടെയും ആവശ്യം. മേയർ VV രാജേഷ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിർണായക നീക്കം തന്നെ എടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പക്ഷിയിടി ആശങ്ക തന്നെയാണ്. ഈ പക്ഷിയിടി ആശങ്ക വർദ്ധിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. പ്രധാനമായും വിമാനത്താവളത്തിന്റെ പരിസരത്ത് ഈ അറവുശാലകളുടെ വേസ്റ്റ് കൊണ്ട് തള്ളുന്നത് തന്നെയാണ് ഈ പക്ഷികൾ അവിടെ വട്ടം ചുറ്റി പറക്കാൻ കാരണമെന്നാണ് മനസ്സിലാകുന്നത്. തലനാഴിക്ക് വേണ്ടി മാത്രമാണ് പക്ഷിയിടിയിൽ കാരണം വലിയൊരു അപകടം ഉണ്ടാകാതെ പോകുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. പലപ്പോഴും നെഞ്ചിടിപ്പോടുകൂടിയാണ് പക്ഷികൾ വിമാനത്തിനടുത്തൂടെ പറന്നു പോകുന്നത് കാണുന്നതെന്നും തൊട്ടില്ല എന്ന മട്ടിൽ പലതും പോയിട്ടുണ്ടെന്നും ഇതിനു മുൻപ് എയർ ഇന്ത്യ വിമാനം പക്ഷിയിടിച്ച് തകർന്നിട്ടുണ്ട് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. വിമാനത്താവള അധികൃതരും കോർപ്പറേഷനും കിണഞ്ഞു ശ്രമിച്ചിട്ടും പക്ഷിശല്യം പൂർണ്ണമായും ഒഴിവാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അധികൃതരെ കണ്ണുവെട്ടിച്ച് വിമാനത്താവള പരിസരത്ത് ഇറച്ചി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതാണ് പക്ഷിശല്യം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം. കോർപ്പറേഷന്റെയും വിമാനത്താവള അധികൃതരുടെയും നേതൃത്വത്തിൽ മാലിന്യം നീക്കുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തെന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷികളെ പൂർണ്ണമായി തുരത്താൻ കഴിഞ്ഞിട്ടില്ല. അറവുശാലകളിൽ നിന്ന് വിമാനപാതയ്ക്കടുത്ത് മാംസാവശിഷ്ടങ്ങൾ കൊണ്ടിടുന്നതിന് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് വിമാനത്താവള അധികൃതർ പറയുന്നുണ്ടെങ്കിലും പക്ഷികളുടെ ശല്യത്തിന് കുറവില്ല. വിമാനപാതയിലെ പക്ഷിക്കൂട്ടങ്ങളുടെ ഭീഷണി തുടരുന്നതിൽ പൈലറ്റുമാരും ആശങ്കയിലാണ്. ഇത് സംബന്ധിച്ച് പൈലറ്റുമാർ പല ഘട്ടങ്ങളിലും എയർ ട്രാഫിക് കൺട്രോൾ വഴി ആശങ്ക അറിയിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിനുള്ളിലെ വിമാനപാതയിലുടനീളമുള്ള പക്ഷികളെ തുരത്തുന്നതിന് ബേർഡ് സ്കേവേഴ്സ് എന്ന ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. പടക്കങ്ങളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ് നിലവിൽ ഇവയെ തുരത്തുന്നത്. കഴിഞ്ഞ വർഷത്തിൽ ഡൽഹി വിമാനത്തിന്റെ ലാൻഡിങ്ങിനിടെ പക്ഷിയിടിയെ തുടർന്ന് സാരമായി തകർന്നിട്ടുമുണ്ട്. രാജ്യാന്തര വിമാനത്താവളത്തിൽ ഒരു ദിവസം പക്ഷികളെ ഓടിക്കാൻ ചെലവ് 3,24,000 രൂപയാണെന്ന കണക്കുകളും ഇതിനു മുൻപ് വന്നിട്ടുണ്ട്. ഈ ഇനത്തിൽ പ്രതിവർഷം വേണ്ടിവരുന്നത് ഏകദേശം 12 കോടി രൂപയാണെന്ന കണക്കുകളും വരുന്നു. ഇതിൽ പടക്കത്തിന് മാത്രം പ്രതിദിനം 3 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് അത്രേ. വിമാനത്തിൽ പക്ഷിയിടിക്കുന്നത് ഒഴിവാക്കാനാണ് നടപടി. വിമാനത്താവളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 12 ഇടങ്ങളിൽ നിന്നുള്ള പടക്കം പൊട്ടിക്കുകയും ഉണ്ടാകും. ഓരോ ഷിഫ്റ്റിലും 200 ഗുണ്ടുകളും 50 റോക്കറ്റുകളുമാണ് പൊട്ടിക്കുന്നത്. അതത്ര സുഖകരമല്ല അല്ലെങ്കിൽ സുരക്ഷിതത്വമല്ല എന്ന് കണക്കാക്കിക്കൊണ്ട് ഇപ്പോൾ ആ ഒരു പ്രക്രിയ ഇല്ലെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷിയുടെ ശല്യം കൂടുതലായി വരുന്നുമുണ്ട്. രാവിലെയും വൈകിട്ടുമായി 2 ഷിഫ്റ്റുകളാണുള്ളത്. ഗുണ്ടുകൾ, റോക്കറ്റുകൾ എന്നിവയ്ക്ക് പുറമെ പക്ഷിക്കൂട്ടങ്ങളെ തുരത്താനായി മുകളിലത്തെ 3ആയി പൊട്ടുന്ന സ്കൈ ഷോട്ടും ആവശ്യാനുസരണം ഉപയോഗിക്കുന്നു. വിമാനത്തിന്റെ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും മുൻപായി 12 പോസ്റ്റുകളിലുമുള്ളവർ പക്ഷികളുണ്ടോ എന്ന് പരിശോധിച്ച് അവയെ തുരത്തും. 2 ഷിഫ്റ്റുകളിലായി 30 പേരാണ് ജോലിക്കുള്ളത്. പ്രതിമാസം 24 രൂപയാണ് ഇവരുടെ വേതനം. 30 പേർക്ക് ശമ്പള ഇനത്തിൽ പ്രതിമാസം 7,20,000 രൂപയാണ് ചെലവ്. ഇതിനു പുറമെ വിമാനത്താവളത്തിന് സമീപമുള്ള വീടുകളിൽ 15 പ്രാവുകളും പക്ഷികളെയും വളർത്തുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട്. പക്ഷികളെ ആകർഷിക്കുന്ന പ്രാണികൾ ഉണ്ടാകാത്ത തരം പുല്ലിനങ്ങളാണ് റൺവേക്ക് സമീപം നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. പ്രാവുകൾ കൂട്ടമായി റൺവേക്ക് സമീപം പറന്നിറങ്ങാതിരിക്കാൻ 50 സെന്റിമീറ്റർ ഉയരത്തിൽ വളരുന്ന പ്രത്യേക ഇനം പുല്ലുകളും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. പ്രാവുകൾ കൂട്ടമായാണ് തീറ്റയെടുക്കുക. നിശ്ചിത ഉയരത്തിൽ പുല്ല് വളർത്തിയാൽ പ്രാവുകൾക്ക് പരസ്പരം കാണാൻ കഴിയാതെ വരുന്നതോടെ തീറ്റയെടുക്കാൻ എത്തില്ല എന്നാണ് വിലയിരുത്തൽ. പൊന്നറ പാലത്തിന്റെ ഇരുവശത്തും മാലിന്യം വലിച്ചെറിയുന്നത് പക്ഷികളുടെ സാന്നിധ്യത്തിന് കാരണമാകുന്നുണ്ടെങ്കിലും തടയാൻ കോർപ്പറേഷനും കഴിഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷിയിടിച്ച എയർ ഇന്ത്യ വിമാനം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ വിമാന വിദഗ്ധ പരിശോധനയ്ക്കായി അന്ന് അയച്ചിരുന്നു. ഹോട്ടലുകൾ താമസിച്ചിരുന്ന ഡൽഹിയിലേക്ക് പോകേണ്ട 183 യാത്രക്കാരെ അന്ന് ഉച്ചതിരിഞ്ഞ് ഡൽഹിയിലേക്ക് തിരികെ അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ദിവസമെങ്കിലും പക്ഷിയിടി ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത് അത്രമാത്രം പോരാ, ഉടനീളം തന്നെ പക്ഷിയുടെ കൂട്ടയിടി ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം തിരുവനന്തപുരം നഗരസഭ കൊണ്ടുവരണമെന്ന് തന്നെയാണ് പ്രധാന ആവശ്യം.